നമ്മുടെ നാട്ടിൽ ഓരോ ദിവസവും നിരവധി പേരാണ് ക്യാൻസർ എന്ന മാരക രോഗത്തിന് അടിമപ്പെടുന്നത്. പ്രായവ്യത്യാസമില്ലാത്ത നിരവധി പേർ ക്യാൻസറിനോട് മല്ലിട്ട് ജീവിക്കുകയാണ്. ക്യാൻസറുകൾ പല രീതിയിലുണ്ട്. ഇതിൽ ഗർഭാശയ ഗള ക്യാൻസർ മൂലം ദുരിതമനുഭവിക്കുന്നവരുടെ വാർത്തകൾ നമ്മൾ പലപ്പോഴും കണ്ടിട്ടും കേട്ടിട്ടുമുണ്ട്. ഇപ്പോൾ നമ്മുടെ സംസ്ഥാന സർക്കാർ ഏറെ സുപ്രധാനമായ ഒരു തീരുമാനം എടുത്തിരിക്കുകയാണ്. ക്യാൻസറിനെ തുടച്ചു നീക്കാനുള്ള ഒരു യജ്ഞത്തിനാണ് പിണറായി വിജയൻ സർക്കാർ ഇപ്പോൾ മുന്നിട്ടിറങ്ങുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം സുപ്രധാനമായ ഒരു നീക്കം നടക്കാൻ പോവുകയാണ്. ആരോഗ്യ വകുപ്പിന് ഇത് സംബന്ധിച്ച നിർണായകമായ ചില നിർദ്ദേശങ്ങൾ മുഖ്യമന്ത്രി നൽകി കഴിഞ്ഞു എന്നാണ് അറിയാൻ കഴിയുന്നത്. സംസ്ഥാനത്ത് ഗർഭാശയ ഗള ക്യാൻസർ പ്രതിരോധത്തിനായി +1, +2 വിദ്യാർത്ഥിനികൾക്ക് HPV വാക്സിനേഷൻ ആരംഭിക്കുമെന്നാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഒരാഴ്ചക്കകം ടെക്നിക്കൽ കമ്മിറ്റി യോഗം ചേർന്ന് വാക്സിൻ സംബന്ധിച്ച് അന്തിമ തീരുമാനം എടുക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. സ്ത്രീകളെ ഏറ്റവും അധികം ബാധിക്കുന്ന ക്യാൻസറുകളിൽ ഒന്നാണ് ഈ ഗർഭാശയ ഗള ക്യാൻസർ എന്ന് പറയുന്നത്. 9 മുതൽ 14 വയസ്സ് വരെയാണ് HPV വാക്സിൻ ഏറ്റവും ഫലപ്രദം. അതേസമയം 26 വയസ്സ് വരെ HPV വാക്സിൻ നൽകാവുന്നതുമാണ്. വാക്സിൻ കൊണ്ട് പ്രതിരോധിക്കാൻ സാധിക്കുന്നതാണ് ഈ ഗർഭാശയ ഗള ക്യാൻസർ. ഇത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിർദ്ദേശാനുസരണം സംസ്ഥാനം ഒരു സുപ്രധാനമായ തീരുമാനം എടുത്തത് എന്നാണ് മന്ത്രി വീണ ജോർജ് തന്നെ വ്യക്തമാക്കുന്നത്. ഗർഭാശയ ഗള ക്യാൻസർ മുക്ത കേരളം എന്ന ലക്ഷ്യം കൈവരിക്കാനായി സംസ്ഥാനം വലിയ പ്രവർത്തനങ്ങളാണ് നടത്തിവരുന്നത്. HPV വാക്സിനേഷൻ സംബന്ധിച്ച അവബോധ ക്യാമ്പയിനും സംഘടിപ്പിക്കും. ടെക്നിക്കൽ കമ്മിറ്റിയുടെ മാർഗനിർദ്ദേശം അനുസരിച്ചിട്ടായിരിക്കും ഈ അവബോധ സന്ദേശങ്ങൾ തയ്യാറാക്കുക എന്നാണ് അറിയാൻ കഴിയുന്നത്. +1, +2 തലത്തിലെ കുട്ടികളായതിനാൽ സ്കൂൾ തലത്തിൽ പ്രത്യേക അവബോധം ഇവർക്ക് നൽകും. ഇതോടൊപ്പം രക്ഷകർത്താക്കൾക്കും ഇതുമായി ബന്ധപ്പെട്ട് അവബോധം നൽകുന്നതാണ്. ക്യാൻസർ പ്രതിരോധത്തിനായി ആരോഗ്യ വകുപ്പ് ശക്തമായ പ്രവർത്തനങ്ങളാണ് നടത്തുന്നത് എന്നാണ് ആരോഗ്യമന്ത്രി പറയുന്നത്. ക്യാൻസർ കെയർ ഗ്രിഡ് രൂപീകരിച്ച് രോഗനിർണയവും ചികിത്സയും ഏകോപിപ്പിച്ചു. ക്യാൻസർ പ്രതിരോധത്തിന്റെ ഭാഗമായി ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം ജനകീയ ക്യാൻസർ പ്രതിരോധ ക്യാമ്പയിൻ ആരംഭിച്ചു. 17 ലക്ഷത്തിലധികം പേർ സ്ക്രീനിംഗ് നടത്തി. ക്യാമ്പയിൻ കൂടുതൽ ശക്തിപ്പെടുത്താൻ മന്ത്രി നിർദ്ദേശം നൽകി എന്നാണ് അറിയാൻ കഴിയുന്നത്. ആരോഗ്യ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി, NHM സ്റ്റേറ്റ് മിഷൻ ഡയറക്ടർ, SHA എക്സിക്യൂട്ടീവ് ഡയറക്ടർ, ആരോഗ്യ വകുപ്പ് ഡയറക്ടർ, മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ, MCC, CCRC ഡയറക്ടർമാർ, ഗൈനക്കോളജി വിഭാഗം മേധാവി, ആരോഗ്യ വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർമാർ, ആരോഗ്യ വകുപ്പിലെ മറ്റു ഉദ്യോഗസ്ഥർ എന്നിവരൊക്കെ ചേർന്നുള്ള ഒരു യോഗത്തിലാണ് നിർണായകമായിട്ടുള്ള ഇത്തരം ചില തീരുമാനങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത്.